ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? സ്ഥാനാർത്ഥി വന്നിട്ട് എന്താ പറയുക? മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. ആകെ പൈസ തന്നുള്ളൂ, തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചു അവരോട് പൈസ വേണം പറഞ്ഞു. ഇന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്നല്ലോ. ചോദിച്ചു തരാ പറഞ്ഞു. പെൻഷൻ അമ്മയല്ലേ പറഞ്ഞ നേരത്തെ? പെൻഷൻ തന്ന പണം ഉണ്ട് എന്റെ കയ്യിൽ. അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല, ആ ശോഭ ഇല്ല തരാ പറഞ്ഞു. അത് വന്നാ തരാ പറഞ്ഞു. ഒന്നും തന്നിട്ടില്ല. കൈ കൊടുത്താണ് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. കാല് പിടിച്ചു നിൽക്കാൻ വയ്യ. ബാഗിൽ നിന്ന് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് കുട്ടി വേഗം ശരി ഉള്ളിപ്പൊക്കമാ. BJP പ്രവർത്തകർ പണം നൽകി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ഇപ്പോൾ സംസാരിച്ചത്. അവരുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ആദ്യം പണം നൽകി എന്ന രീതിയിൽ അവർ പറയുന്നുണ്ടെങ്കിലും പിന്നീട് തുടർന്ന് ചോദിക്കുമ്പോൾ പണം നൽകിയിട്ടില്ല, മരുന്നിന് പണം ആവശ്യമാണെന്ന് താൻ ചോദിച്ചു, പിന്നീട് തരാമെന്ന് പറഞ്ഞു എന്നാണ് അമ്മയുടെ വാക്കുകൾ. എന്തായാലും ഷാരിഖ് നവാസ് ഇപ്പോൾ പാലക്കാട് നിന്ന് തുടരുന്നുണ്ട്. ഷാരിഖ്, അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്കും ഇല്ലേ ഇതുമാതിരിയുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് വന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഇങ്ങനെ ഫ്ലൈങ് സ്ക്വാഡിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. വെച്ചിട്ട് നോക്കട്ടെ, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടേ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അനുസരിച്ച് ചെയ്യും. അതെ കളക്ടറേറ്റ് റിപ്പോർട്ട് കൊടുക്കും. ചോദിച്ചിട്ടുണ്ട്. ഷാരിഖ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ ആ വയോധികയുടെ പ്രതികരണം കേട്ടിരുന്നു. ഈ പണം BJP പ്രവർത്തകർ നൽകിയെന്ന ആ ദൃശ്യങ്ങളിൽ കണ്ട വയോധിക അവരിപ്പോൾ പറയുന്നത് ആദ്യം പണം നൽകിയെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് പക്ഷേ പണം നൽകിയിട്ടില്ല. തന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ പണം നൽകാം എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നാണ് അവർ പ്രതികരിക്കുന്നത് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.